Alka, come on. ഹലോ അൽക്ക. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? സുഖാണ്. അപ്പൊ എന്താണ് മോളുടെ ഇന്നത്തെ പെർഫോമൻസ്? അതൊന്ന് കാണണമല്ലോ അടുത്ത്. എന്തൊക്കെയാണ്? സ്റ്റാൻഡപ്പ്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ സ്റ്റാൻഡപ്പിന്? അല്ലെങ്കിൽ ഏതാ മൂഡ്? ഓക്കെ ഓക്കെ. എന്തായാലും മോള് തുടങ്ങാം, നമുക്ക് മൂഡ് വരട്ടെ. നമസ്കാരം, ഞാൻ അൽക്ക. പലരോടും ഞാൻ എന്റെ പേര് പറയുമ്പോ അഴുക്ക എന്നാണ് കേൾക്കാറ്. അതുകൊണ്ട് ഇനി കേൾക്കുമ്പോഴെങ്കിലും എന്റെ പേര് കൃത്യമായി അൽക്കാന്ന് തന്നെ വിളിക്കണേ. ഇനി കാലത്തിലേക്ക് വരാം. ഞാൻ എന്നും വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ മൂഡ് ഔട്ടായാണ് ഇരിക്കാറ്. എന്നാ പിന്നെ ഈ ഔട്ടായ മൂടും കൊണ്ട് ഇവിടെ വന്നാലോ എന്ന് ചിന്തിച്ചു. അതാകുമ്പോ ഒരു കണ്ടന്റും കൂടി ആവൂലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കണ്ടന്റിനെ പറ്റി ഏകദേശം ഒരു ഊഹം കിട്ടിക്കാണും. അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ എന്റെ കണ്ടന്റ് ആണ് മൂഡ്. ഈ കണ്ടന്റ് കേട്ട പാടെ നിങ്ങൾ ആരും മൂടോട്ടാവരുതേ, മൂഡ് ഓണാക്കി തന്നെ വെക്കണേ. ശരിക്കും ഈ മൂഡിന്റെ മലയാളാർത്ഥം മാനസികാവസ്ഥയാണത്രേ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ പലപ്പോഴേ കേൾക്കാറുണ്ട് എന്റെ അമ്മ ഒലക്കയുടെ മൂട് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒലക്കയുടെ മൂടാണ്, അല്ലാതെ അൽക്കയുടെ മൂടല്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, ഈ ഒലക്കയ്ക്ക് ഇതിന് മാത്രം എന്ത് മാനസികാവസ്ഥയാണ് ഉള്ളത് എന്ന്. സ്കൂൾ പോകണ്ട, പരീക്ഷ എഴുതണ്ട, മാർക്ക് കുറഞ്ഞ് വീട്ടിൽ വരുമ്പോ മൂഡൌട്ടായിരിക്കുന്ന എന്റെ അമ്മയുടെ മുഖവും കാണണ്ട. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നത്. വേറെ ആരല്ല, എന്റെ മാമനും മാമിയും. മാമൻ വന്നപാടെ എന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ തന്നു. മൂടോട് കൂടിയുള്ള കാച്ചിൽ, മൂടോട് കൂടിയുള്ള ചേമ്പ്, മൂടോട് കൂടിയുള്ള കപ്പ. ഇത്രയും മൂടുള്ള സാധനങ്ങൾ മാമൻ എനിക്ക് തരുമ്പോഴും മാമിയുടെ മുഖത്ത് ഒരു മൂഡ് ഞാൻ കണ്ടില്ല. അപ്പോഴാ ആ നെട്ടിക്കുന്ന സത്യം ഞാൻ അറിയുന്നത്. മാമിക്ക് മൂഡ് സിങ്സ് ആണത്രേ. ചേമ്പിന്റെയും കപ്പയുടെയും മൂഡ് നോക്കുന്ന സമയത്ത് മാമൻ മാമിയുടെ മൂഡ് സിങ്സ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മാമൻ ഇപ്പൊ മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാൻ മറ്റൊരു നെട്ടിക്കുന്ന സത്യം കൂടി അറിയുന്നത്. എന്റെ വീട്ടിൽ ഏസിക്ക് വരെ മൂഡ് സിങ്സ് ഉണ്ട് എന്ന്. ആ സത്യാണെന്നേ. ആ റിമോട്ട് എടുത്ത് ഏത് മോഡിലിട്ടാലും അതെന്റെ ഇഷ്ടത്തിലേ സിങ് ചെയ്യാറുള്ളൂ. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ ഏസിക്ക് വരെ മൂഡ് സിങ്സ് ഉണ്ട് എന്ന്. അപ്പോ മൂഡുകൾ പലവിധമുണ്ട്. കല്യാണത്തിന് മൂഡ്, അടിയന്തരത്തിന് വേറൊരു മൂഡ്, കല്യാണ ചെക്കിനൊരു മൂഡ്, പെണ്ണിന് മറ്റെന്തോ ഒരു മൂഡ്. എന്തിന് ഇല മാത്രം ബാക്കി വെച്ച് കുറ്റം പറയുന്ന അമ്മാവനെ മറ്റെന്തോ ഒരു മൂഡ്. അടിയന്തരത്തിനാണെങ്കിലോ ആകെ ഒരു മൂഡ്, ശോക മൂഡ്. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിലോ പൊളി മൂഡ്. അമ്മയും ഞാനും കൂടി ഇന്നലെ പാർക്കിൽ പോയേ. ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കാമുകിനോട് പറയാ ഞാൻ നിന്റെ സ്കിബിഡി ആയിരുന്നു. ആദ്യമായിട്ട് അമ്മ എന്നോട് ചോദിക്കാ, എന്തിനാ മോളെ അവരിപ്പോ കബഡി കളിക്കാൻ പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഈ പൂക്കി സ്കിബിഡി എന്നുള്ളതൊക്കെ ഞങ്ങൾ 2K കിഡ്സിന് പുതിയ മൂഡ് പഠിച്ചാണ് അമ്മേന്ന്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുടിക്കുന്ന നടന്നേണ്ടി സർബത്ത് കുടിക്കാറില്ലേ നിങ്ങള്? അപ്പോ ഈ നടന്നേടിയുടെ മൂടെടുത്തിട്ടാണ് അത്രേ ഈ സർബത്ത് ഉണ്ടാക്കുന്നത്. എവിടെ നിന്ന് വന്നാലും അത് കുടിക്കാൻ നല്ല മൂടാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ മൂടിന് പ്രസക്തിയുള്ള ഒരു സ്ഥലത്ത് പോകുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചാല് മൂട് എന്ന സ്ഥലം. അവിടെ പോയപ്പോഴേ രസം. പ്ലാമൂട്, ആൽത്തറമൂട്, പൂലനിമൂട് എന്നിങ്ങനെ ഒരുപാട് മൂടുള്ള സ്ഥലമാണ് കൊല്ലം. കൊല്ലംകാരെ പറ്റി പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, പെട്ടെന്ന് മൂട് മാറുന്നവരാണ്. അതില്ലേ പപ്പടമൊക്കെ ഓർക്കുമ്പോഴാണ് കൊല്ലംകാര് നല്ല മൂടുള്ളവരാണെന്നേ. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ണിച്ചേട്ടന്മാരുണ്ടാവൂലേ? അതുപോലെ തന്നെ എന്റെ നാട്ടിലുണ്ട് ഒരു ഉണ്ണിച്ചേട്ടൻ. പുള്ളി എപ്പോ ഞങ്ങളെ കണ്ടാലും അടുത്ത് വന്ന് നിന്ന് പറയും ട്രിപ്പ് മൂടാണ് എന്ന്. ഞാൻ വിചാരിച്ചത് വല്ല ഊട്ടിക്കോ ഗോവയ്ക്കോ ട്രിപ്പ് പോണ കാര്യം വല്ല ആയിരിക്കും എന്നാണ്. ഇന്നലെ എക്സൈസ്കാര് പുള്ളിയുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പുള്ളിയുടെ ട്രിപ്പ് മൂട് വേറെയാണ് ജീവച്ചേട്ടാ. അയ്യോ, ജീവച്ചേട്ടനില്ലല്ലോ, എന്റെ മൂഡ് അങ്ങനെ പോയി. ചേട്ടാ, അപ്പൊ എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ നല്ലവനായ ഉണ്ണി, അല്ല ചേട്ടന്മാരെ? അപ്പോ ഈ കഴിഞ്ഞ ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചാണ്. മൂഡ് ഊന്നിരിക്കാൻ ആർക്കും സമയം കിട്ടിക്കാണില്ല. പക്ഷേ ആ ഓണത്തിന് ഒരു മൂഡ് സോങ് ഇറങ്ങി. സദ്യക്കും പപ്പടത്തിനും മുണ്ടിനും എന്തിനെ സാരിക്ക് വരെ മൂടുണ്ടെന്ന് തെളിയിച്ചൊരു സോങ്. ഏത് മൂട് അതം മൂട്, ഏത് മൂട് പൂക്കൾ മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസം മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് പൊളി മൂട്. അപ്പോ ഈ വർഷം എല്ലാവരുടെയും
പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആ